ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചോറിന് മീൻകറിയെ വെല്ലുന്ന രീതിയിൽ പപ്പടം വറുത്തരച്ചൊരു കറി ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ ടേസ്റ്റുമാണ്. എന്നാൽ വന്നോളൂ, എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയ സാധനങ്ങളാണ് പപ്പടം, ചുവന്നുള്ളി, പുളി, തേങ്ങ. ചീനിച്ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് നമുക്ക് പപ്പടം വറുത്തെടുക്കാം. പപ്പടം ചെറുതായി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ആ എണ്ണയിലേക്ക് തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതിനോട് കൂടെ തേങ്ങ വറുത്തെടുക്കണം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ചുവന്ന് വരുന്നിടം വരെ വറുത്തെടുക്കുക. തേങ്ങ നന്നായി ചുവന്നു ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. നന്നായിട്ട് മൂക്കുന്നോടം വരെ, പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. പച്ചമണമൊക്കെ നന്നായിട്ട് മാറി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുക്കാം. ഈ തേങ്ങയും മസാലയും മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അരച്ച് വെച്ച മസാല നമ്മൾ ചീനിച്ചട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് സ്റ്റവ് ഓണാക്കാം. ഇതിലേക്ക് പിഴിഞ്ഞു വെച്ച പുളിവെള്ളം ചേർക്കാം. ഈ സമയത്ത് ഉപ്പ് ചേർക്കാവുന്നതാണ്. മസാല നന്നായിട്ട് തിളച്ചു. നമുക്കിതിലേക്ക് വറുത്ത് വെച്ച പപ്പടം ചേർത്ത് കൊടുക്കാം. പപ്പടം ചേർത്തിട്ട് അധികം തിളച്ച് മറിയണ്ട. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതിൽ താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, വറ്റൽമുളക്, ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിയിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം. രുചികരമായ പപ്പടം വറുത്തരച്ച കറി ഇതാ ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വെച്ച് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.